ശ്രീ ആർ സുഭാഷ്, താങ്കൾ നിലമ്പൂരുകാരൻ കൂടിയാണല്ലോ. അപ്പോൾ നിലമ്പൂരിൻ്റെ ആലോചനകൾ എങ്ങനെയാണ്, നിലമ്പൂർ ജനത എങ്ങനെ ആലോചിക്കുന്നത് എന്നുള്ളത് താങ്കൾ കുറച്ചുകൂടി അടുത്തറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നത് CPM-നെ സംബന്ധിച്ച്, CPM അത് അവതരിപ്പിക്കുന്ന അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളെ തന്നെ, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി അവിടെ എത്തുന്നു. 19 വർഷത്തിന് ശേഷം പാർട്ടി ചിഹ്നത്തിൽ ഒരാളെത്തുന്നു. ആ നിലയ്ക്ക് അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. അപ്പോൾ സ്വരാജ് ആ നാട്ടുകാരനാണോ അല്ലയോ എന്നുള്ളതല്ലോ. അവിടെ PV അൻവർ 9 വർഷം MLA ആയിരുന്നു. അവിടെ പാർട്ടിക്ക് എത്രത്തോളം അടിത്തറയുണ്ട്, അൻവറിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഖാക്കളും എന്ന രൂപത്തിലാണ് 9 വർഷം പോയത്. ഇപ്പോൾ അൻവർ രാജിവെച്ച ശേഷം, ഈ തെരഞ്ഞെടുപ്പ് എടുത്ത ശേഷം 3 മാസമായി അവിടെ സ്വരാജ് അവിടെ പാർട്ടിയെ കെട്ടിപ്പടുക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയായിരുന്നു അദ്ദേഹത്തിന്. പിന്നീടാണല്ലോ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ്? അവിടെ പാർട്ടിയുടെ അടിത്തറ എത്രത്തോളം ഉണ്ട്? പാർട്ടി ഒന്നാകെ, കേഡർ വോട്ട് ഒന്നാകെ സ്വരാജിലേക്ക് എത്തുമെന്നൊക്കെ പറയുമ്പോൾ അവരുടെ വോട്ട് തനിക്ക് കിട്ടുമെന്നാണ് ഈ അവസാന നിമിഷവും ഇപ്പോൾ PV അൻവർ പറയുന്നത്. ഇന്നത്തെ PV അൻവറിൻ്റെ പ്രതികരണം കണ്ടാൽ പിണറായി വിജയനെതിരെ, പിണറായി സത്തിനെതിരെയാണ് അദ്ദേഹം അവസാനമായി പറയുന്നത്. അദ്ദേഹം എന്തും പറയും, ലൈസൻസ് ഇല്ലാതെ പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത് മണ്ട പോയ തെങ്ങ് പോലെയാണ് പിണറായി വിജയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ പിണറായി വിജയനെ നേരിട്ട് ആക്രമിച്ചുകൊണ്ടാണ് അവസാന പ്രതികരണം. അതെന്തിൻ്റെ സൂചനയാണ്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഈ തരത്തിലേക്കുള്ള ഒരു പ്രാധാന്യത്തിലേക്ക് എത്തിയത് തീർച്ചയായും LDF-ൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തോടു കൂടിയാണ്. നമുക്കറിയാം, LDF-ന് ഏതെങ്കിലും തരത്തിലുള്ള വലിയ പിന്തുണയുള്ള ഒരു പ്രദേശമല്ല ഇത്. ജന്മന UDF എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു പ്രദേശമാണ്. 1965 കഥ പറയുമ്പോൾ 65-ലും 67-ലും 65-ൽ ലീഗ് മാറിയെന്നു, 67-ൽ സപ്തകക്ഷി മുന്നണിയായിട്ടൊക്കെ മത്സരിച്ച് വന്നതാണ്. അതിനുശേഷം ഇടതുപക്ഷത്തിന് വിജയമുണ്ടായത് 3 അവസരങ്ങളിലാണ്. അത് 3 സ്വതന്ത്രന്മാരെ, അതായത് അൻവർ 2 തവണയും TK ഹംസയും നിർത്തി വിജയിച്ചത് ഈ വന്ന ആളുകൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന വോട്ട് സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ്. അതായത് CPM-ൻ്റെ സ്വാധീനം കൊണ്ട് മാത്രം അവിടെ വിജയിക്കാനാവുന്ന ഒരവസ്ഥയല്ല. അതുകൊണ്ട് തന്നെയാണ് CPM അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം വളരെ വൈകിച്ച് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട UDF-ൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഏതുവരെ പോകും എന്ന് നോക്കി അവസാന നിമിഷത്തിൽ അവരുടെ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പറെ കൊണ്ടുവരുന്നു. ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, പക്ഷേ ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഇതിപ്പോൾ പൂർണ്ണമായും ഒരു UDF സ്വഭാവമുള്ള മണ്ഡലമാണ് എന്ന രൂപത്തിൽ അതിനെ പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു കാര്യങ്ങൾ കുറച്ചുകൂടി ഇടതുപക്ഷത്തിന് കൂടി സ്വാധീനമുള്ള രൂപത്തിലേക്ക് മാറിയിട്ടില്ലേ? ഇനി പഞ്ചായത്തുകളുടെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നഗരസഭയും 2 പഞ്ചായത്തുകളും LDF-നൊപ്പം, ബാക്കി പഞ്ചായത്തുകൾ 5 UDF-നൊപ്പം എന്നാണെങ്കിലും ഈ വാർഡുകളുടെ എണ്ണം ഒക്കെ നോക്കുമ്പോൾ അതിൽ കൗതുകമുള്ളത് CPM-ന് ഒറ്റയ്ക്ക് നല്ല ഭൂരിപക്ഷമുണ്ട്. ചില വാർഡുകളിൽ CPM-ആണ് പിടിച്ചിരിക്കുന്നത്. അപ്പുറത്ത് കോൺഗ്രസിന് കുറവായിരിക്കും. ലീഗും കൂടെ ചേരുമ്പോഴാണ് UDF-ന് ഭൂരിപക്ഷം ഉണ്ടാകുന്നത്. അങ്ങനെ 2-3 മണ്ഡലങ്ങൾ ആ രൂപത്തിലുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ബലാബലത്തിൽ നിൽക്കുകയല്ലേ 2 കൂട്ടരും? 2008-ലാണ് മണ്ഡല പുനർനിർണയം ഉണ്ടായത്. ആ സമയത്ത് UDF-ന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതാവുന്ന 3 മണ്ഡലങ്ങൾ, അതായത് ചാലിയാർ, ചോക്കാട്, കാളികാവ്, അതാണ് ഒഴിഞ്ഞു പോയത്. അതിനുശേഷം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF 5500 വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെടുന്നത്. അന്ന് ആര്യാടൻ മുഹമ്മദിന് കിട്ടുന്നത് 5500 വോട്ടാണ്. അതേസമയം 91-ലും 96-ലും ഈ 3 മണ്ഡലങ്ങൾ കൂടി ഉണ്ടായിരുന്ന സമയത്തും ആര്യാടന് കിട്ടിയിരുന്ന ഭൂരിപക്ഷം 6500-ഉം 6000-ഉം മാത്രമായിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, അവിടെ അന്ന് പ്രൊഫസർ തോമസ് മാത്യു എന്ന് പറയുന്ന ഒരാളായിരുന്നു LDF-ൻ്റെ കാൻഡിഡേറ്റായി നിന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു കാൻഡിഡേറ്റ് വന്നതോടുകൂടിയാണ് ഈ ഒരു മാറ്റം ഉണ്ടായത്. അത് മണ്ഡല പുനർനിർണയത്തിന് മുമ്പും ശേഷവും ആ ഒരു ആര്യാടന് ഏതാണ്ട് 6500 വോട്ടിൻ്റെ താഴെ, 6500 മുതൽ 5500 വരെയുള്ള വോട്ടുകളിൽ തളയ്ക്കാൻ ആ കാൻഡിഡേറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അത്തരമൊരു അഡീഷണൽ സംഭവം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതല്ല എങ്കിൽ തീർച്ചയായും UDF-ന് ഭൂരിപക്ഷം ഉണ്ട് എന്ന് നമുക്ക് കരുതാവുന്ന മണ്ഡലം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്കും അതിനുശേഷം പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ കിട്ടിയ വോട്ടുകളുടെ ഏതാണ്ട് 60,000, 55,000 പോലെയുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷം അതൊരു പ്രത്യേക ഘട്ടത്തിൽ കിട്ടുന്നതാണെങ്കിൽ പോലും ആ തരത്തിൽ, അതായത് ഒരു UDF സ്വഭാവമുള്ള, UDF അടിത്തറയുള്ള ഒരു സ്ഥലം തന്നെയാണിത്. അവിടെ ഏതെങ്കിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തണോ വേണ്ടയോ എന്ന ചിന്ത വന്ന സമയത്താണ് അൻവർ ഏതാണ്ട് UDF-മായി പിണങ്ങുകയും വഴിപിരിയുകയും അദ്ദേഹം മത്സരിക്കും എന്ന ഒരു അവസ്ഥ വരുന്ന സമയത്താണ് അവരുടെ ഒരു CPM-നെ ഇറക്കാവുന്നതിൻ്റെ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് തന്നെയാണ് നിലമ്പൂരിൽ ഇറക്കാവുന്ന കാൻഡിഡേറ്റ് തന്നെയാണ് സ്വരാജ് വന്നതോടുകൂടി ആ മത്സരത്തിൻ്റെ ചിത്രം മാറി എന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ്.
ഇവിടെ ഇപ്പോൾ UDF-നെ സംബന്ധിച്ചും നേരത്തെ ശ്രീ ആർ സുഭാഷ്, ഇപ്പോൾ അവിടെ എപ്പോഴും UDF-ന് പ്രശ്നമായിരുന്നത് ലീഗും കോൺഗ്രസും രണ്ട് തട്ടിൽ, കോൺഗ്രസിൽ തന്നെ ഭിന്നിപ്പ്, അതാണല്ലോ അവിടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിച്ചത്. ആര്യടൻ ഷൗക്കത്തിന്റെ പരാജയം തൊട്ടങ്ങോട്ട് കാണുന്നത് അതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ലീഗിനെ സംബന്ധിച്ചും ഇതൊരു അഭിമാന പോരാട്ടമാണ്. ലീഗ് നേരത്തെ തന്നെ ഇത് വിജയിപ്പിക്കാനുള്ള പരിപാടികൾ തുടങ്ങി. മാത്രമല്ല ലീഗ് യോഗങ്ങളിൽ PMA സലാം തന്നെ പറഞ്ഞിരിക്കുന്നത് നേരത്തെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം കോൺഗ്രസ് ആണ് നയിച്ചത്, കോൺഗ്രസ് ആ വിജയം നേടിത്തരികയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മുടെ ഊഴമാണ്, നമ്മൾ വിജയിപ്പിച്ച് കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഐക്യം കൂടി ഇവിടെയുണ്ട് അപ്പുറത്ത്. തീർച്ചയായും ഉണ്ട്. അത് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെയുണ്ട്. കാരണം ലീഗ് ഒരു കോൺഗ്രസ് സെമി കേഡർ ആകാൻ പോയെങ്കിൽ പോലും ലീഗ് കൃത്യമായിട്ട് തന്നെ ഒരു കേഡർ പാർട്ടി തന്നെയാണ് മലപ്പുറം ജില്ലയിൽ. അവരൊരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾ മുതൽ ഏറ്റവും മുകൾത്തട്ടിൽ വരെയുള്ള കമ്മിറ്റികൾ ഇത്തവണ അവരുടെ ഒരു അഭിമാന പോരാട്ടമായി ഈ സംഭവം ഏറ്റെടുത്തിട്ടുമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്തവണ ഈ ഒരു മത്സരത്തിൻ്റെ നമുക്ക് ഫലം പ്രവചിക്കാനാവാത്ത തരത്തിലേക്ക് വളർന്നു എന്ന് പറയുമ്പോൾ പോലും ഈ ലീഗിൻ്റെ ഒരു പ്രസൻസ് അവിടെ നൽകുന്ന മുൻതൂക്കം സ്വാഭാവികമായും UDF-നുണ്ട് എന്നതാണ് പ്രശ്നം. കാരണം ഈ ഒരു തർക്കങ്ങളും പ്രശ്നങ്ങളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോൺഗ്രസിലുള്ള തർക്കങ്ങളുണ്ട്, അവർ തമ്മിലുള്ള ചേരിപ്പോരുകളുണ്ട്, സ്ഥാനാർത്ഥിയെ പിന്തുണച്ചില്ല, കാലുവാരി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കെ ഇതിനൊക്കെ മുമ്പേ ഉണ്ടായിരുന്നതിനേക്കാൾ ഗൗരവത്തോടു-കൂടി ലീഗ് പ്രാവശ്യം രംഗത്തിറങ്ങിയിട്ടുണ്ട്. ലീഗ് അവരുടെ അഭിമാന പ്രശ്നമായി ഈ സംഭവത്തെ കണ്ടിട്ടുണ്ട്. വളരെ കർക്കശമായി തന്നെ അവർ ഇപ്രാവശ്യം രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അൻവറിന്റെ ആത്മവിശ്വാസം എന്താണ്? അൻവർ എവിടെ നിന്നാണ് ചോർത്തുന്നത്? അൻവറിന്റെ അതൊരു പ്രശ്നം തന്നെയാണ്. അൻവർ എവിടെ നിന്ന് ചോർത്തുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അൻവർ തട്ടിക്കൊണ്ടു പോവുക മുഴുവൻ UDF-ന്റെ വോട്ടുകളാണ് എന്നുള്ള മട്ടിലാണ് ആദ്യ സമയത്ത് പ്രചരണം ഉണ്ടായിരുന്നത്. ആ തരത്തിലാണ് UDF നേതാക്കൾക്ക് അതിനെക്കുറിച്ച് വല്ലാത്ത ആകുലതകൾ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനപ്പുറം രണ്ട് തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ UDF-നെതിരായി അൻവർ ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷമായി അയാൾ സഹവസിക്കുന്നത്, അയാൾ പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ പ്രവർത്തകരോടൊപ്പമാണ്. അയാൾ ഇവരുടെ കടന്നൽ രാജാവ് കൂടിയായിരുന്നു. അപ്പോൾ ആ തരത്തിൽ ഇടതുപക്ഷ പ്രവർത്തകരുമായി വലിയ തോതിലുള്ള ആത്മബന്ധം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പാർട്ടിക്ക് അതീതനായി പോലും അൻവർ പാർട്ടി സഖാക്കന്മാരുമായി ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രാഞ്ച് കമ്മിറ്റിയുടെ കത്തോ ലോക്കൽ കമ്മിറ്റിയുടെ കത്തോ അത്തരം ഒരു കെട്ടുപാടുമില്ലാതെ നേരിട്ട് അവർക്ക് പോയി കാണാവുന്ന, അവർക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കുന്ന വലിയ ആത്മബന്ധമുള്ള നേതാവായിരുന്നു. നമ്മൾ വേറൊരു കാര്യം കൂടി പറയണം, അൻവർ ഒരു MLA എന്ന നിലയിൽ നിലമ്പൂരിൽ നല്ല പ്രസൻസ് ഉണ്ടാക്കിയ ഒരു MLA ആണ്. എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും എവിടെയും ഓടിയെത്തുകയും ചെയ്തിരുന്ന ഒരു MLA ആണ്. UDF കാലം മുമ്പ് വിട്ടുപോയ കണ്ടതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്രാവശ്യം LDF-ൽ നിന്നും അദ്ദേഹത്തിന് വോട്ട് കിട്ടും, UDF-ൽ നിന്നും കിട്ടും. അത് എത്രത്തോളം എന്നതിനനുസരിച്ചിരിക്കും നിലമ്പൂർ ഫലം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.